ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സോഷ്യോളജിയുടെ ഫോക്കസ് ഏരിയ റിവിഷൻ്റെ 8ാമത്തെ ചാപ്റ്റർ. ഇക്കോളജി എന്നാൽ എന്ത്? ഇക്കോളജി എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി ശാസ്ത്രം. അപ്പോൾ ഇക്കോളജി എന്ന് പറയുമ്പോൾ റെഫേഴ്സ് ടു ദ കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ സിസ്റ്റംസ്. അതായത് ജീവജാലങ്ങളും അല്ലെങ്കിൽ ഭൗതിക വസ്തുക്കളും ജൈവിക ഭൗതിക വസ്തുക്കൾ തമ്മിലുള്ള ഇടപഴകലും അവ തമ്മിലുള്ള ബന്ധവും ജീവനുള്ളവയും ജീവനില്ലാത്തതും തമ്മിലുള്ള ബന്ധവും അതിനെക്കുറിച്ചുള്ള പഠനമാണ് പരിസ്ഥിതി ശാസ്ത്രം. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ടൈപ്പ് ഓഫ് എൻവയൺമെൻറ്റ് എറൗണ്ട് ലിവിങ് ബീയിങ്സ്. ഇപ്പോൾ ഒരു ജീവജാലങ്ങൾ അതിൻ്റെ നിലനിൽപ്പ് ചുറ്റുപാടുകളെ ആശ്രയിച്ചിരിക്കും. അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അവരുടെ ചുറ്റുപാടുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും, അവരുടെ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അങ്ങനെ പറയുമ്പോൾ ഹ്യൂമൻസ് ആർ ഓൾസോ എ കോൺസ്റ്റിറ്റ്യുവൻറ്റ് ഓഫ് ഇക്കോളജി. മനുഷ്യനും പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ ഒരു ഘടകം തന്നെയാണ്. മനുഷ്യൻ ജീവിക്കുവാനുള്ള മനുഷ്യൻ്റെ സാഹചര്യങ്ങൾ അത് പൊരുത്തപ്പെട്ടു വന്നാൽ മാത്രമേ മനുഷ്യൻ്റെ ജീവിതം സാഹചര്യം സാധ്യമാകുകയുള്ളൂ. വേരിയസ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ലൈക്ക് മൗണ്ടെയിൻ, റിവേഴ്സ്, പ്ലെയിൻസ് ആൻഡ് ഓഷ്യൻസ് ഈച്ച് വിത്ത് their unique flora and fauna form their own ecology. ഇപ്പം നമുക്കറിയാം, നമ്മുടെ പ്രകൃതി എന്ന് പറയുമ്പോൾ പർവ്വതങ്ങളുണ്ട്, നദി, സമതലങ്ങൾ, സമുദ്രങ്ങൾ, ഇതൊക്കെ ഒരു ഫിസിക്കലാണ്, ഭൗതിക സവിശേഷതകളാണ്. അതുപോലെ ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറയുമ്പോൾ സസ്യ ജന്തുജാലങ്ങളാണ്. ഇവ ഓരോന്നും രൂപപ്പെടുന്നത് അവരുടെ പരിസ്ഥിതിയാണ്. ഇപ്പോൾ ചില സസ്യങ്ങൾ ചില പ്രദേശത്താണ് ഉണ്ടാകുന്നത്, ചില ജന്തുക്കൾ ജീവിക്കുന്നത് ഒരു പ്രത്യേക പ്രദേശത്ത് പ്രത്യേക ക്ലൈമറ്റ് അനുസരിച്ചാണ്. അപ്പോൾ അതനുസരിച്ചാണ് പരിസ്ഥിതി ശാസ്ത്രം രൂപപ്പെടുന്നത്. ദി ഇക്കോളജി ഓഫ് എ പ്ലേസ് ഈസ് അഫക്റ്റഡ് ബൈ ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ജോഗ്രഫി ആൻഡ് ഹൈഡ്രോളജി. ഒരു പ്രദേശത്തെ ഇക്കോളജി എങ്ങനെയാണ്, അവിടുത്തെ പരിസ്ഥിതി എങ്ങനെയാണ് രൂപപ്പെടുന്നത്, അവിടുത്തെ ജോഗ്രഫി ഭൂമിശാസ്ത്രവും അതുപോലെ അവിടെയുള്ള വെള്ളം ജലശാസ്ത്രവും തമ്മിലുള്ള ഒരു ബന്ധം. അവിടെ വെള്ളം ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രമേ അവിടെ സസ്യജാലങ്ങൾ ഉണ്ടാവുകയുള്ളൂ. സസ്യജാലങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ജന്തുജാലങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് വളരെയധികം ഒരു ഇടപഴകൽ ഉണ്ട്. The flora and fauna of a particular region adapt themselves according to its ecology. അവിടെ പരിസരവുമായി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടാണ് അവിടെയുള്ള ജന്തുജാലങ്ങളും സസ്യജാലങ്ങളും ജീവിക്കുന്നത്. നമുക്കറിയാം, ഡെസേർട്ടിലാണ് ഈ മുൾച്ചെടി അല്ലെങ്കിൽ കാക്ടസ് ജീവിക്കുന്ന, കള്ളിച്ചെടി ഈ കൂടുതൽ വളരുന്നത്. കാരണം അവർക്ക് വെള്ളം സംഭരിച്ചു വെക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഓരോ പ്രദേശത്തെയും ആ ഒരു രീതി അനുസരിച്ചാണ് ജീവജാലങ്ങൾ. അതുപോലെ പോളാർ ബെയറൊക്കെ, ഹിമക്കരടികളൊക്കെ അത്രയും തണുപ്പുള്ള സ്ഥലത്ത് ജീവിക്കുന്നു, ധ്രുവങ്ങളിൽ ജീവിക്കുന്നു. ഇൻ ഓർഡർ ടു സർവൈവ് അവർക്ക് അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുമായിട്ട് ജീവിക്കാനുള്ള കഴിവ്, അവരുടെ പരിസ്ഥിതിക്ക് അനുസരിച്ച് ജീവിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അതുമായി അവർ പൊരുത്തപ്പെടുന്നു. ഇക്കോളജി ഓഫ് എ പ്ലേസ് ഹാസ് ആൻ ഇമ്പാക്റ്റ് ഓൺ ദി ഹ്യൂമൻ ലിവിങ് കണ്ടീഷൻസ്. ഇപ്പം നമ്മൾ താമസിക്കുന്ന ആ പ്രദേശത്തെ ഇക്കോളജിയാണ് മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈല് നിശ്ചയിക്കുന്നത്. ഭക്ഷണരീതി, ക്ലോതിങ്, ഓക്യുപ്പേഷൻ, കൾച്ചർ ഓഫ് ദ പീപ്പിൾ ഓഫ് ദാറ്റ് പ്ലേസ്. ഇപ്പം നമുക്കൊരു പ്രദേശത്തെ അതികഠിനം അതിശൈത്യമാണെങ്കിൽ അതനുസരിച്ചാണ് നമ്മുടെ ജീവിത രീതികൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആ ശൈത്യത്തെ മറികടക്കാൻ, ആ തണുപ്പിനെ മറികടക്കാനുള്ളതായിരിക്കും. വസ്ത്രധാരണം അതുപോലെയായിരിക്കും. അവിടെ ജോലി ചെയ്യുന്നത് അവിടെ അതനുസരിച്ച് ലഭ്യമായ വസ്തുക്കൾ വെച്ചായിരിക്കും അവിടുത്തെ രീതി. അതുപോലെ തന്നെ കൾച്ചറും ജീവിത രീതിയും ആ ഒരു കാലാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ആ ചുറ്റുപാട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടായിരിക്കും. ഇനി അടുത്തത്, ഡിസ്ക്രൈബ് ദ ടു വേ പ്രോസസ് ബൈ വിച്ച് സോഷ്യൽ എൻവയൺമെൻറ്റ് എമേർജ്. അതായത് മനുഷ്യൻ തനിക്കിണങ്ങിയ ചുറ്റുപാടുകൾ, അതാണ് മനുഷ്യൻ്റെ സാമൂഹ്യ ചുറ്റുപാടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യന് ജീവിക്കാൻ ഉള്ള ചുറ്റുപാടുകൾ ഉണ്ടാക്കുന്നത് പ്രകൃതിയാണെന്നും
പ്രകൃതിയാണ് മനുഷ്യൻ്റെ സാമൂഹിക ചുറ്റുപാടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു വാദം. അതുപോലെ മനുഷ്യനാണ് പ്രകൃതിയെ മാറ്റിമറിക്കുന്നത് എന്നുള്ളത് മറ്റൊരു വിധം. അതാണ് രണ്ട് വേ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹ്യ ചുറ്റുപാടുകൾ ഉണ്ടാക്കുന്നത് മനുഷ്യനാണ് എന്നൊരു വാദം, പ്രകൃതിയാണ് എന്ന് മറ്റൊരു വാദം. ഇനി സോഷ്യൽ എൻവയൺമെൻറ്റ്സ് എമേർജ് ആസ് എ റിസൾട്ട് ഓഫ് ടു വേ പ്രോസസ്സ്. അപ്പോൾ രണ്ട് വിധത്തിലും സാമൂഹ്യ സാഹചര്യങ്ങൾ, ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇൻ ദ ഫോം ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ബയോഫിസിക്കൽ ഇക്കോളജി ആൻഡ് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ. ബയോഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ജൈവ ഭൗതിക വസ്തുക്കൾ. ഒരു പ്രദേശത്തെ ജൈവ ഭൗതിക വസ്തുക്കളാണ് മനുഷ്യ സമൂഹത്തിന് അവിടെ നിലനിൽപ്പിന് ആവശ്യം, അതവിടെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഇടപെടലും അതിലുണ്ട്. ഇനി ദിസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ആസ് ദ ഷേപ്പിംഗ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി ബൈ നേച്ചർ. പ്രകൃതിയാണ് മനുഷ്യ സമൂഹത്തെ വാർത്തെടുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ദ ഷേപ്പിംഗ് ഓഫ് നേച്ചർ ബൈ ഹ്യൂമൻ സൊസൈറ്റി, പ്രകൃതിയെ മനുഷ്യനെ അനുസരിച്ച് അനുകൂലമായി ജീവിക്കാൻ അനുകൂലമായ രീതിയിൽ ഒരുക്കുന്നത് മനുഷ്യനാണ്, ഹ്യൂമൻ സൊസൈറ്റിയാണ് എന്നത് രണ്ടാമത്തെ വശം. ഇനി അതിനൊരു ഉദാഹരണം പറയുകയാണ്. ഫോർ എക്സാമ്പിൾ ദ സോയിൽ ഫെർട്ടിലിറ്റി ഓഫ് ദ ഇൻഡോ ഗാഞ്ചറ്റിക് പ്ലെയിൻ. അതായത് ഇന്ത്യോ ഗംഗാ സമതലത്തിലെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയാണ് അവിടെ മനുഷ്യന് താമസിക്കാനുള്ള ആവാസ വ്യവസ്ഥ ഒരുക്കിയത്. അവിടെ കൃഷി ചെയ്ത് മനുഷ്യന് കൂടുതൽ സൗകര്യത്തോടെ ജീവിക്കാൻ സാധിച്ചു. അതുകൊണ്ട് ജനസാന്ദ്രത അവിടെ കൂടുതൽ വരാൻ കാരണം അവിടുത്തെ പ്രകൃതിയാണ്. അപ്പോൾ പ്രകൃതിയാണ് അവിടെ മനുഷ്യ സമൂഹത്തിന് കാരണമായത്, സിവിലൈസേഷന് കാരണമായത്. അതുപോലെ തന്നെ ഇനി വേറെ ഒരു ഡ്രൈ പ്ലേസ് ഉണ്ടെന്ന് വിചാരിക്കുക. വൈൽ ദ ആരിഡ് ആൻഡ് ഡ്രൈ കണ്ടീഷൻ ഇൻ രാജസ്ഥാൻ. അപ്പോൾ രാജസ്ഥാനിൽ അധികം ജനസാന്ദ്രതയില്ല. രാജസ്ഥാൻ ബെയർലി സപ്പോർട്ട് പാസ്റ്ററൽ ഫോം ഓഫ് ലൈഫ്. അവിടെയുള്ള ആളുകൾക്ക് കൃഷി ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ പ്രകൃതി അവിടെയുള്ള ആളുകൾ ജീവിക്കുന്ന രീതി കന്നുകാലി വളർത്തിയിട്ടൊക്കെയാണ്, പാസ്റ്ററൽ ഫോംസൊക്കെയാണ്. ഇപ്പോൾ ഒട്ടകത്തിനെ വളർത്തുക അല്ലെങ്കിൽ ചെമ്മരിയാടുകളെ വളർത്തുക, ആ ജീവിതമാണ് സമൂഹത്തിന് സാധ്യമായത്. അപ്പോൾ പ്രകൃതിയാണ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്താണ് എന്ന് നിശ്ചയിക്കുന്നത്. അവിടെ പ്രകൃതിക്കാണ് പ്രയോറിറ്റി. ഇനി ദിസ് റെപ്രസെൻറ്റ്സ് ദ ഇമ്പാക്റ്റ് ഓഫ് നേച്ചർ ഓൺ ഹ്യൂമൻ ലൈഫ്. ഇത് പറയുന്നത് പ്രകൃതിയാണ് മനുഷ്യ സമൂഹത്തെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്. ഇനി ഇതിന് ഓപ്പോസിറ്റായിട്ട് നമുക്ക് പല അനുഭവങ്ങളുണ്ട്. കോൺട്രറി ടു ദിസ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ പ്രകൃതിയെ നമ്മൾ ഒരുക്കിയെടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ചൂട് അല്ലെങ്കിൽ കഠിനമായ ഉഷ്ണമുള്ള സ്ഥലത്തൊക്കെയാണ്, ഇപ്പോൾ ഡെസേർട്ടിലൊക്കെയാണ് മനുഷ്യൻ വലിയ ബിൽഡിങ്ങൊക്കെ വെച്ച് വലിയ ഒരു സിവിലൈസേഷൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന. അറബ് കൾച്ചറൊക്കെ അങ്ങനെയാണ്. ലൈക്ക് ദ ഇൻവെൻഷൻ ഓഫ് ഓട്ടോമൊബൈൽ. ഇനി വേറൊരു കാര്യം പറയാം, മനുഷ്യർക്ക് ഓട്ടോമൊബൈൽസിൻ്റെ കണ്ടുപിടുത്തം. അപ്പോൾ അവിടുത്തെ പരിസ്ഥിതി തന്നെ മാറ്റാനായിട്ട്, ലാൻഡ്സ്കേപ്പ് തന്നെ മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട് മനുഷ്യന്. ഇനി മനുഷ്യൻ പ്രകൃതിയെ ഒരുക്കിയെടുക്കുന്ന രീതികൾ കൂടാതെ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയുമുണ്ട്. എയർ പൊല്യൂഷൻ ആൻഡ് ഗ്ലോബൽ വാർമിംഗ് ആർ എക്സാമ്പിൾസ് ഓഫ് ഇമ്പാക്റ്റ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഓൺ നേച്ചർ. പ്രകൃതിയെ നല്ല രീതിയിൽ ഒരുക്കിയെടുക്കുക ടെക്നോളജിയിലൂടെ മാത്രമല്ല, അതിനെ വളരെയധികം നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. അതിന് ഏറ്റവും ഉദാഹരണമാണ് ഇവിടെ രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത്, വായുമലിനീകരണവും ആഗോള താപനവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൈ ആൻഡ് ഹൗ ഡസ് സോഷ്യൽ ഓർഗനൈസേഷൻ, സാമൂഹ്യ സംഘടന, ഷെയ്പ്പ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻവയൺമെൻറ്റ് ആൻഡ് സൊസൈറ്റി. പരിസ്ഥിതിയും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെ സാമൂഹ്യ സംഘടന എങ്ങനെ രൂപപ്പെടുത്തുന്നു? ഇപ്പോൾ സാമൂഹ്യ സംഘടന എന്ന് പറഞ്ഞാൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ നിയന്ത്രിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് പറയാം, നമുക്കിവിടെ പ്രകൃതി സംരക്ഷണ
സമിതികളുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രകൃതിയെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിനെ നിരോധിക്കുന്ന സംഘടനകളുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കാം എങ്ങനെയൊക്കെയാണ് സോഷ്യൽ ഓർഗനൈസേഷൻ മനുഷ്യനും പ്രകൃതി അല്ലെങ്കിൽ സമൂഹവും പ്രകൃതിയും തമ്മിലുള്ള ഇടപെടലുകളെ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ എൻവയൺമെൻറ്റ് ആൻഡ് സൊസൈറ്റി ഷേപ്ഡ് ബൈ സോഷ്യൽ ഓർഗനൈസ്. അപ്പോൾ സാമൂഹ്യ സംഘടന തന്നെയാണ് മനുഷ്യൻ പ്രകൃതിയും തമ്മിൽ ഇടപെടൽ രൂപപ്പെടുത്തുന്നത്. ഇനി പ്രോപ്പർട്ടി റിലേഷനാണത്. പ്രോപ്പർട്ടി റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രകൃതിയിലെ ഏത് വിഭവങ്ങളൊക്കെ എടുക്കാം. നമുക്കറിയാം, നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റുന്ന വിഭവങ്ങളൊക്കെ ഉണ്ട്. ചന്ദനം പോലുള്ള വിഭവങ്ങളൊന്നും നമുക്ക് വെട്ടിയെടുക്കാൻ പാടില്ല. അതൊരു പ്രോപ്പർട്ടി റിലേഷൻ ഉണ്ട്. പ്രോപ്പർട്ടി റിലേഷൻ ഡിറ്റർമിൻസ് ഹൗ ആൻഡ് ബൈ ഹൂം നാച്ചുറൽ റിസോഴ്സസ് ക്യാൻ ബി യൂസ്ഡ്. പ്രകൃതി വിഭവങ്ങൾ എങ്ങനെ ആർക്കൊക്കെ ഉപയോഗിക്കാമെന്ന് ഒരു നിയമങ്ങളുണ്ട്. അതിനെയാണ് പ്രോപ്പർട്ടി ബന്ധങ്ങളെന്ന് പറയുന്നത്. ഇനി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം, കാട് അതിപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലാണെങ്കിൽ വനം, അതിൻ്റെ സോഴ്സസ് ആർക്ക് ഉപയോഗിക്കാമെന്ന് നിശ്ചയിക്കുന്നത് ഗവൺമെൻറ്റാണ്. ഇനി അതിൻ്റെ തടികൾ വെട്ടിവിൽക്കാനുള്ള ആ ഒരു ടെൻഡർ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ പ്രൈവറ്റ് കമ്പനിക്ക് പാട്ടത്തിന് കൊടുക്കാം. അല്ലെങ്കിൽ കാട്ടിൽ കയറി കാട്ടുൽപ്പന്നങ്ങൾ ശേഖരിക്കാനായിട്ട് ഗ്രാമീണരെ അനുവദിക്കാം. ഇത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം, ഓർഗനൈസേഷനാണ്, സംഘടനയാണ് അത് നിശ്ചയിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ലാൻഡ്. ഇപ്പോൾ നമുക്ക് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലാണ് കുറേ പ്രദേശങ്ങളെങ്കിൽ അവിടെ ആളുകൾക്ക് വന്ന് വെള്ളമെടുക്കാനോ അല്ലെങ്കിൽ അവിടെയുള്ള ചെറിയ ജലസ്രോതസ് ഉപയോഗിക്കാനോ ഒക്കെയുള്ള അനുവാദം വേണമെങ്കിൽ കൊടുക്കാം. ഇല്ല എങ്കിൽ അത് പല നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ നമുക്കൊരു ബിൽഡിങ് തന്നെയാണെങ്കിൽ നമ്മൾ വാടക കൊടുക്കുമ്പോൾ കുറേ കരാറുകൾ, അതുപോലെ തന്നെ കൃഷിഭൂമിയാണെങ്കിലോ അല്ലെങ്കിൽ ആ ഭൂമി കൃഷിക്ക് കൊടുക്കുകയാണെങ്കിലും അവിടെയും നമുക്ക് ചില ടേംസ് ആൻഡ് കണ്ടീഷൻ വെച്ചിട്ട് അവിടെയുള്ള വിഭവങ്ങൾ എടുക്കാനുള്ള അനുവാദം കൊടുക്കാം. അപ്പോൾ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ സോഴ്സസ് വിൽ അഫക്റ്റ് വെദർ അതേഴ്സ് ക്യാൻ ഹാവ് ആക്സസ്. മറ്റുള്ളവർക്ക് അതിൽ നിന്ന് വെള്ളം എടുക്കാമോ? പണ്ട് കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് അവിടെ ഒരു കുളമുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ആളുകൾക്ക് വെള്ളം എടുക്കാം, അവിടെ വീണ് കിടക്കുന്ന പഴവർഗ്ഗങ്ങളൊക്കെ എടുക്കാം, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി അത് മതിലൊക്കെ കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭൂമിയുടെയും ജലസ്രോതസ്സുകളുടെയും സ്വകാര്യ ഉടമസ്ഥാവകാശമുള്ള ഒരാൾക്ക് മറ്റുള്ളവർക്ക് ഈ വിഭവങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ? ഉണ്ടെങ്കിൽ അതിൻ്റെ നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്തായിരിക്കും എന്നൊക്കെ സാമൂഹ്യ സംഘടനയിലൂടെയാണ് തീരുമാനിക്കുന്നത്. ഇനി ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓവർ റിസോഴ്സസ്. ഇപ്പോൾ നമുക്കറിയാം, വിഭവങ്ങളുടെ അവകാശം, നമുക്ക് അതിലുള്ള അവകാശം, അല്ലെങ്കിൽ അതിനെ നമുക്ക് വിൽക്കാൻ ക്രയവിക്രയങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം, അതൊക്കെ നമുക്ക് അല്ലെങ്കിൽ അത് ഉടമസ്ഥനെ സാധിക്കുകയുള്ളൂ. ഇനി ഉൽപാദന പ്രക്രിയ നടത്തുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ അവിടെ ഇപ്പോൾ ഒരു ഏതെങ്കിലും രീതിയിൽ തോട്ടം നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഉൽപാദന പ്രക്രിയ നടത്തുമ്പോൾ തൊഴിൽ വിഭജനമുണ്ട്. അത് വലിയ മുതലാളിക്ക് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അത് തൊഴിൽ വിഭജനവുമായി ബന്ധപ്പെട്ടാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും വിഭവങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇനി അതുപോലെ ലാൻഡ്ലെസ് ലേബറേഴ്സ്, ഭൂമിയില്ലാത്ത തൊഴിലാളികൾക്ക് അതിലുടമസ്ഥതയൊന്നുമില്ല. അവർ ആ തൊഴിലിനെ അനുസരിച്ച് കൂലി വാങ്ങിച്ചിട്ട് പോകണം. അതുപോലെ വിമൻ വിൽ ഹാവ് എ ഡിഫറെൻറ്റ് റിലേഷൻഷിപ്പ്. സ്ത്രീകൾക്ക് ഒരു കാലത്ത് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് നാച്ചുറൽ റിസോഴ്സസ് ഉള്ള ആ ഒരു ശേഖരിക്കുന്നത് അതിൻ്റെ ബന്ധം അതിൻ്റെ വിഭവങ്ങളുമായിട്ടുള്ള ബന്ധം വ്യത്യാസമായിരുന്നു. ഇനി ഗ്രാമീണ പ്രദേശങ്ങളിൽ വിഭവങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള, ഓൺ ചെയ്യുകയല്ല, കൈകാര്യം ചെയ്യുവാനുള്ള, അത് എടുത്തുകൊണ്ട് വരാനുള്ള ചുമതല മുഴുവൻ സ്ത്രീകൾക്കാണ്. കാരണം വിറക്, വെള്ളം, ഇങ്ങനെയുള്ള നാച്ചുറൽ സോഴ്സസ് ദൂരെ പോയിട്ട് എവിടെയാണോ ജലസ്രോതസ് അല്ലെങ്കിൽ എവിടെയാണോ ഈ മരം അല്ലെങ്കിൽ വിറക് ഒടിക്കാൻ പറ്റുന്ന അവിടെ പോയിട്ട് ശേഖരിച്ചു കൊണ്ട് വരുന്ന ജോലി സ്ത്രീകളുടേതാണ്, പുരുഷന്മാരുടെയല്ല. എന്നാൽ അവർക്ക് അതിൽ ആ റിസോഴ്സസിൽ കൺട്രോളുമില്ല,
അത് നിയന്ത്രിക്കാനും സാധിക്കില്ല, അത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇൻ റൂറൽ ഇന്ത്യ വിമൻ ആർ ലൈക്ലി ടു എക്സ്പീരിയൻസ് റിസോഴ്സ് സ്കേസിറ്റി. അപ്പോൾ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. പുരുഷന്മാർ അത് ബോധർ ചെയ്യുന്നില്ല. അവർ വീട്ടിൽ വരുമ്പോൾ അവർക്ക് വെള്ളം ഉണ്ടായിരിക്കും, അവർക്ക് ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ പിന്നാലെ പോകുന്നത് സ്ത്രീകളാണ്. ബിക്കോസ് ഗ്യാദറിങ് ഫ്യുവൽ ആൻഡ് ഫെച്ചിങ് വാട്ടർ ആർ ജനറലി വിമൻസ് ടാസ്ക് ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ അത് അവരുടെ സ്വന്തവുമല്ല. ബട്ട് ദേ ഡു നോട്ട് കൺട്രോൾ ദീസ് റിസോഴ്സ്. അത് എല്ലാവർക്കും വേണ്ടി ഉള്ളതാണ്. ഇപ്പോൾ സോഷ്യൽ ഓർഗനൈസേഷൻ, ഇപ്പോൾ നമ്മൾ വിറക് ശേഖരിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ വെള്ളമെടുക്കുകയാണെങ്കിലും അത് അനുമതിയുള്ളിടത്ത് സോഷ്യൽ ഓർഗനൈസേഷനാണ്. ഇപ്പോൾ ഒരു കാലത്ത് കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നപ്പോൾ ഏത് ജലസ്രോതസ്സിൽ നിന്ന് താഴ്ന്ന ജാതിക്കാർക്ക് വെള്ളമെടുക്കാമെന്ന് സോഷ്യൽ ഓർഗനൈസേഷൻ, അന്നത്തെ ജാതി പഞ്ചായത്തുകൾ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചൊക്കെയാണ് അവർക്ക് പരിസ്ഥിതിയിന്മേലുള്ള അധികാരം. സോഷ്യൽ ഓർഗനൈസേഷൻ ഇൻഫ്ലുവൻസസ് ഹൗ ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് റിലേറ്റ് ടു ദെയർ എൻവയൺമെൻറ്റ്. അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ് ഇത് തന്നെയാണ് ജാതി വ്യവസ്ഥ അനുസരിച്ചിട്ടുള്ള ഒരു പോയിൻ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത്, വൈ എൻവയൺമെൻ്റൽ മാനേജ്മെൻറ്റ് എ കോംപ്ലെക്സ് ആൻഡ് ഹ്യൂജ് ടാസ്ക് ഫോർ സൊസൈറ്റി. പ്രകൃതിയെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ പരിസ്ഥിതി മാനേജ്മെൻറ്റ് എങ്ങനെയാണ് വളരെ സങ്കീർണവും വലിയ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ വലിയൊരു ടാസ്ക്കായിട്ട് മാറിയത്. ഇനി ഇതിൻ്റെ ആൻസർ തന്നെയാണ് വാട്ട് ഈസ് എ റിസ്ക് സൊസൈറ്റി. അപകട സാധ്യതയുള്ള സമൂഹം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. വി കൺസിഡർ അവർ സെൽഫ് ആസ് ലിവിങ് ഇൻ റിസ്ക് സൊസൈറ്റി. ഇപ്പം നമ്മൾ ഇന്ന് ഒരു മോഡേൺ സൊസൈറ്റിയിലാണ് താമസിക്കുന്നത്. നമുക്ക് തന്നെ അറിയാൻ പാടില്ലാത്ത അത്രയും കാര്യങ്ങളാണ് ഈ സൊസൈറ്റിയിലുള്ളത്. അതുകൊണ്ട് തന്നെ അപകട സാധ്യത ഉള്ള സൊസൈറ്റി, ആണവ ഇതൊക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെയുള്ള അപകട സാധ്യത, ഗ്യാസ് ലീക്കേജ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം അത് വ്യവസായവൽക്കരണം വളരെ കോംപ്ലക്സ് ആക്കിയിട്ടാണ് ഇൻഡസ്ട്രിയലൈസേഷൻ പല കാര്യങ്ങളും മെഷീനും ഒക്കെ കൊണ്ടുവന്ന് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ഹ്യൂമൻ റിലേഷൻസ് വിത്ത് ദ എൻവയൺമെൻറ്റ് ഹാവ് ബിക്കം ഇൻക്രീസിംഗ്ലി കോംപ്ലെക്സ്. നമുക്കറിയില്ല ഇന്ന് മനുഷ്യരായിട്ടുള്ള പ്രകൃതിയുമുള്ള ആ ഒരു ബന്ധം വളരെ സങ്കീർണമാണ് ഇൻ മോഡേൺ സൊസൈറ്റി. കാരണം എന്താണ്? ഇൻഡസ്ട്രിയലൈസേഷൻ, ഫാക്ടറികൾ സ്ഥാപിച്ചിരിക്കുന്ന മെഷീൻസ്, അവരുപയോഗിക്കുന്ന കാര്യങ്ങൾ, ഇതൊന്നും തന്നെ നമുക്ക് അറിയാൻ പാടില്ലാത്തതാണ്. എപ്പോൾ വേണമെങ്കിലും വൻ അപകടം ഉണ്ടാകാം. എൻവയൺമെൻ്റൽ മാനേജ് ഈസ് എ കോംപ്ലെക്സ് ആൻഡ് ഹ്യൂജ് ടാസ്ക് ഫോർ സൊസൈറ്റി ബിക്കോസ് സഫീഷ്യൻറ്റ് ഇൻഫോർമേഷൻ ഈസ് നോട്ട് അവൈലബിൾ. നമുക്കതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല എന്നത് തന്നെയാണ്. എബൌട്ട് ദ ബയോഫിസിക്കൽ പ്രോസസ്സ്, എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഒരു ഫാക്ടറിയിൽ എന്തെങ്കിലും ഒരു വാതകം ലീക്കായാൽ തന്നെ അതെങ്ങനെയാണ്, അതെന്ത് സംഭവിക്കും, അതുപോലെ ഒരു എക്സ്പ്ലോഷൻ അതൊക്കെ സംഭവിക്കുമ്പോൾ അതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാനോ പ്രെഡിക്റ്റ് ചെയ്യാനോ സാധിക്കില്ല. ഇനി ദ റിലേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് എൻവയൺമെൻറ്റ് ഹാസ് ബിക്കം കോംപ്ലെക്സ് ആസ് ഇൻഡസ്ട്രിയലൈസേഷൻ ഹാസ് ആക്സിലറേറ്റഡ് ദ എക്സ്ട്രാക്ഷൻ ഓഫ് റിസോഴ്സസ്. മറ്റൊരു സംഭവം എന്താണ്? പ്രകൃതി വിഭവങ്ങൾ അനിയന്ത്രിതമായി വലിച്ചെടുക്കുമ്പോൾ, ചൂഷണം ചെയ്യുമ്പോൾ, അത് വ്യവസായവൽക്കരണം തന്നെയാണ് അതിന് കാരണം. ഇപ്പോൾ നമുക്കറിയാം, ഓരോ വ്യവസായത്തിൽ നിന്നും പുറത്തേക്ക് തള്ളുന്ന മാലിന്യങ്ങൾ അത് നമ്മുടെ ജലസ്രോതസ്സിനെ നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ അമിതമായി വിഭവങ്ങളുടെ ഉപയോഗം, ഇതൊക്കെ വളരെ അപകട സാധ്യതയുള്ളൊരു സമൂഹത്തിലേക്കാണ് പോകുന്നത്. ദിസ് ഹാസ് അഫക്റ്റഡ് അവർ എക്കോസിസ്റ്റം. അപ്പോൾ നമ്മളുടെ പരിസ്ഥിതി വ്യവസ്ഥകളെ തന്നെ മാറ്റിമറിക്കുകയാണ് ഇൻ വേസ് വിച്ച് വി ആർ നോട്ട് പോസിബിൾ ഏർലിയർ. അതായത് പണ്ടൊരിക്കലും ഇത്രയും മാലിന്യം നമ്മൾ ജലസ്രോതസ്സിൽ കൊണ്ടുപോയിട്ടിട്ടില്ല. അതുപോലെ നമ്മൾ ശ്വസിക്കുന്ന നമ്മുടെ വായു ഇത്രയും മലിനീകരിച്ചിട്ടില്ല.
അതുപോലെ തന്നെ മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇത്രയും കീടനാശിനികൾ ഉണ്ടായിട്ടില്ല. അപ്പം ഇതെല്ലാം നമ്മൾ ഇന്ന് അറിയില്ല. നമ്മൾ എത്രയും നമുക്ക് മത്സ്യം കഴിക്കാൻ പറ്റുന്നില്ല, കാരണം അതിലും നമ്മൾ ഒരുപാട് പല മാലിന്യങ്ങളുണ്ട് അതിൽ ചേർത്തിട്ടുണ്ട്. കേടാകാതിരിക്കാൻ ഫോർമാലിൻ പോലുള്ള കുറേ രാസവസ്തുക്കൾ ചേർക്കുന്നുണ്ട്. മാമ്പഴം കഴിക്കാൻ പറ്റുന്നില്ല, മാമ്പഴം പഴുപ്പിക്കാനും പലതും ചേർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം തന്നെ ഇന്ന് നമുക്ക് പരിസ്ഥിതി തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ സമൂഹം ചെയ്യുന്നത്. ദ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് സിസ്റ്റം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം അതിനെ മാനേജ് ചെയ്യാൻ വേസ്റ്റ് മെറ്റീരിയൽസ് എങ്ങോട്ട് പോണ്, അല്ലെങ്കിൽ അതിൻ്റെ വിഷവാതകങ്ങൾ എന്ത് ചെയ്യും, ഇതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. വ്യവസായ മാനേജ്മെൻറ്റ് സംവിധാനങ്ങൾ ഇപ്പോഴും ദുർബലമാണ്. അതിനെ ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് ഉണ്ട്, നിയന്ത്രണങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാലും പൈസ ഉള്ളവൻ എന്തും ചെയ്യാം എന്നുള്ള അവസ്ഥയാണ് ഇന്ന്. ദിസ് ഹാസ് ഓൾസോ ഗിവൺ റൈസ് ടു മെനി എൻവയറമെൻ്റൽ പ്രോബ്ലംസ് ആൻഡ് റിസ്ക്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ശ്വസിക്കുന്ന വായു തന്നെ നമുക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള. ഇനി ഏതെങ്കിലും ഒരു വ്യവസായ ശാലയിൽ നിന്ന് വാതക ദുരന്തം ഉണ്ടായാൽ തന്നെയും ഒരുപാട് ആളുകൾ മരണപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. അത് ഒരുപാട് ആളുകൾ മരണപ്പെട്ടതാണ്. വി ഡു നോട്ട് ഫുള്ളി ഗ്രാസ് ദ ടെക്നോളജീസ് ആൻഡ് പ്രൊഡക്ട്സ് വി യൂസ്. നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി, അതിൽ നിന്ന് ഒരുപാട് അപകടം നമുക്കുണ്ട്. അതുപോലെ പ്രൊഡക്ട്സ്, നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ, അത് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാം. ഹെൻസ് ആർ അൺഅവെയർ ഓഫ് ദ റിസ്ക് ഇൻവോൾവ്. അതിൻ്റെ ഉള്ളിൽ എന്താണ് അപകടം എന്ന് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. ദ റിസ്ക് സൊസൈറ്റി ഡെവലപ്ഡ് ബൈ 2 സോഷ്യോളജിസ്റ്റ്. അതൊരു തിയറിയാണ്. റിസ്ക് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു തിയറിയാണ്, സിദ്ധാന്തമാണ്. അത് 2 സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ, ഉൾറിച്ച് ബെക്കും ആൻ്റണി ഗിഡിൻസ് എന്ന് പറയുന്ന 2 ശാസ്ത്രജ്ഞന്മാരാണ് ഈ സിദ്ധാന്തം, സോഷ്യൽ തിയറി ഓഫ് റിസ്ക് കൊണ്ടുവന്നത്. ഇറ്റ് ഈസ് എ ഗ്രാൻഡ് തിയറി ഓഫ് society itself, concerned with the transition from modern industrial society to a new era, distinguished much more by technological hazards. ഇപ്പം നമ്മൾ ഒരു വ്യവസായ ആധുനിക സമൂഹത്തിൽ നിന്ന് ഒരു പുതിയ യുഗത്തിലേക്കുള്ള മാറ്റം, അതായത് അപകട സമൂഹത്തിലേക്കുള്ള മാറ്റം എന്നാണ് ഇതിനെ പറയുന്നത്. സാങ്കേതിക ആപത്തുകളാൽ കൂടുതൽ വ്യത്യസ്തമായ ഒരു അപകട സാധ്യതയുള്ള സമൂഹത്തിലേക്കുള്ള മാറ്റമാണ് ഇത്. ദ റിസ്ക് സൊസൈറ്റി ഈസ് ഡിഫൈൻഡ് നോട്ട് ജസ്റ്റ് ബൈ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്. ഈ സമൂഹത്തിലെ ആധുനിക സമൂഹത്തിൽ നമുക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങൾ, സമ്പത്തുക്കൾ ഒക്കെ ഉണ്ടാവും. ബട്ട് അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് തിന്മകൾ, പൊല്യൂഷൻസ്, കണ്ടാമിനേഷൻസ് ഇതൊക്കെ ഉണ്ടാവും. ബൈ പ്രൊഡക്ട്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന മേഖലയിലെ ഇതൊക്കെ നമുക്കതിനോടൊപ്പം ഉണ്ടാകുന്ന ഉപോൽപ്പന്നങ്ങളാണ് മലിനീകരണം ഒക്കെ സമ്പത്തിനോടൊപ്പം. ഇനി അടുത്തത് നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ് എൻവയറമെൻ്റൽ ഡിസാസ്റ്റർ. അപ്പോൾ റിസ്ക് സൊസൈറ്റിയിൽ കുറേ പ്രകൃതി ഉണ്ടാക്കുന്ന റിസ്ക്കാണ്. വെള്ളപ്പൊക്കം, സുനാമി പോലുള്ള പ്രകൃതി ദത്തമായ ഡിസാസ്റ്റേഴ്സ് റിസ്ക്. ഇനി മാൻ മെയ്ഡ് എൻവയറമെൻ്റൽ ഡിസാസ്റ്ററും ഉണ്ട്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ പാരിസ്ഥിതിക ദുരന്തങ്ങൾ. ഇനി ഭോപ്പാൽ ഡിസാസ്റ്റർ 1984 വെൻ ദ ടോക്സിക് ഗ്യാസ്, ഒരു വലിയ വിഷവാതകം ലീക്കായി ഫ്രം ദ യൂണിയൻ കാർബൈഡ് ഫാക്ടറി. യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്ന് വിഷവാതകം ലീക്കായപ്പോൾ 4000 ആളുകളാണ് മരണപ്പെട്ടത്. ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മാൻ മെയ്ഡ് ഡിസാസ്റ്റർ. ഇനി മറ്റൊരു ഡിസാസ്റ്റർ പറയുകയാണെങ്കിൽ പരിസ്ഥിതിയുടെ ഡിസാസ്റ്റർ പറയുകയാണെങ്കിൽ, നാച്ചുറൽ ഡിസാസ്റ്റർ പറയുകയാണെങ്കിൽ സുനാമി പറയാം. നമുക്ക് 2004 നാച്ചുറൽ എൻവയറമെൻ്റൽ ഡിസാസ്റ്റർ. ഇനി നമുക്ക് ഡിസാസ്റ്ററിനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം, നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ്. ഇനി നാച്ചുറൽ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം വോൾക്കനോസ്, അതുപോലെ ഹെറിക്കെയിൻസ്, ഫ്ലഡ്സ് ആൻഡ് ഫയേഴ്സ്. അതായത് നമുക്ക് ഭൂകമ്പമുണ്ട്, പ്രളയം, വരൾച്ച, കാട്ടുതീ, ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഇനി എമംഗ് ദ മാൻ മെയ്ഡ് ഡിസാസ്റ്റർ ആർ, ഇനി മനുഷ്യനുണ്ടാക്കുന്ന ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ യുദ്ധം, അത് നമ്മുടെ എൻവയറമെൻറ്റിനെ നശിപ്പിക്കുന്നതാണ്. പൊല്യൂഷൻ, മലിനീകരണം, അതുപോലെ ആണവ വിസ്ഫോടനം, ന്യൂക്ലിയർ
എക്സ്പ്ലോഷൻ, ഫയേഴ്സ്, തീ, പിന്നെ അതുപോലെ ഹസാർഡസ് മെറ്റീരിയൽസ് എക്സ്പ്ലോഷൻ, നമ്മൾ പല സംഭവങ്ങളും പൊട്ടിക്കുന്നു, പടക്കം പോലുള്ള എല്ലാം തന്നെ നമ്മൾ പ്രകൃതിക്കത് വിനാശകരമാണ്. എക്സ്പ്ലോഷൻസ് എന്തായാലും, ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ അതായത് നമ്മൾ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക, ഇതൊക്കെ ഇതിനെ എല്ലാം വിമാന അപകടങ്ങളെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ പറയണ്ട. രാസ അല്ലെങ്കിൽ ജൈവ ആക്രമണങ്ങൾ, ന്യൂക്ലിയർ വിസ്ഫോടനം, പിന്നെ ട്രെയിൻ അപകടങ്ങൾ, വിമാന അപകടങ്ങൾ, ഇതൊന്നും ഇവിടെ പറയണ്ട. കാരണം അതൊന്നും നമുക്ക് പ്രകൃതിയുമായി അധികം ബന്ധപ്പെട്ട് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ന്യൂക്ലിയർ സ്ഫോടനം, ഭൂഗർഭ മലിനീകരണം, ഇത് പറഞ്ഞാൽ മതി. 2 പോയിൻറ്റ്സ് വിട്ടേക്കുക. ഇനി അടുത്തൊരു ചോദ്യം, വാട്ട് ആർ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫോംസ് ഓഫ് പൊല്യൂഷൻ റിലേറ്റഡ് എൻവയറമെൻ്റൽ ഹസാർഡ്സ്? അതായത് മലിനീകരണവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ്? വളരെ സിമ്പിളായിട്ടുള്ളതാണ്. നമുക്കിത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, നോട്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല. വായുമലിനീകരണം അതിലൊന്നാണ്. അതായത് ഏറ്റവും കൂടുതൽ വായുമലിനീകരണം നടക്കുന്നത് വ്യവസായശാലകളോടത്ത്, അല്ലെങ്കിൽ വാഹനങ്ങൾ അധികം ഓടുന്ന അർബൻ ഏരിയയിൽ. ഇനി ഗ്രാമീണ പ്രദേശങ്ങളിലും വിറക് കത്തിക്കുന്നത് കൊണ്ട്, കൽക്കരി കത്തിക്കുന്നത് കൊണ്ട് ഒക്കെ, ഗാർഹിക ആവശ്യത്തിനായിട്ടൊക്കെ കത്തിക്കുമ്പോൾ തന്നെയും വളരെയധികം മലിനീകരണമുണ്ട്. അടുക്കളയിൽ വിറകൊക്കെ വെച്ച് കത്തിക്കുമ്പോൾ ഒരുപാട് മലിനീകരണം പ്രകൃതിക്ക്, വായുമലിനീകരണം ഉണ്ടാക്കുന്നുണ്ട്. ഇനി അർബൻ ആൻഡ് റൂറൽ ഏരിയയിൽ എയർ പൊല്യൂഷൻ വളരെയധികം ധാരാളം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിൽ എയർ പൊല്യൂഷൻ ഇല്ല എന്നുള്ളത് തെറ്റായ ധാരണ തന്നെയാണ്. വിറകടപ്പ് കത്തിക്കുന്നത് എയർ പൊല്യൂഷന് വളരെയധികം കാരണമാണ്. ഇനി എയർ പൊല്യൂഷനിലൂടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? റെസ്പിറേറ്ററി ഡിസീസാണ്, ശ്വാസകോശ സംബന്ധമായ ആസ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെയാണ്. ചിലവർക്കൊക്കെ വളരെ സീരിയസ് ആയ അസുഖങ്ങൾ വന്ന് മരണപ്പെടുകയും വരെ ചെയ്യാറുണ്ട്. ഇനി വാട്ടർ പൊല്യൂഷൻ, അത് നമ്മുടെ വെള്ളം, നമുക്ക് കുടിക്കാനുള്ള വെള്ളം അത് നശിപ്പിച്ച് കളയാണ്, വെള്ളം ഇല്ലാതെ ആക്കി കളയാണ്. ഇറ്റ് ഈസ് മെയിൻലി കോസ്ഡ് ബൈ ഡൊമസ്റ്റിക് സീവേജ്. നമുക്ക് വീടുകളിൽ നിന്ന് വരുന്ന മലിന വെള്ളം, ഫാക്ടറിയിൽ നിന്ന് ഒഴുക്കുന്ന വെള്ളം, അതുപോലെ കൃഷിഭൂമിയിൽ നിന്ന് ഒക്കെ വരുന്ന കീടനാശിനി കലർന്ന വെള്ളം, ഇതൊക്കെ നമുക്ക് വളരെയധികം നാശകരമാണ്. അതുപോലെ റിവേഴ്സ് ആൻഡ് അതർ ബോഡീസ് ആർ പെർട്ടിക്കുലർലി അഫക്റ്റഡ് ബൈ വാട്ടർ പൊല്യൂഷൻ. അപ്പോൾ ഈ വെള്ളം എല്ലാം ഒഴുകി ചെല്ലുന്നത് ജലാശയത്തിൽ, നദികളിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ജലമലിനീകരണം സംഭവിക്കുന്നു, മീനുകളൊക്കെ ചത്തൊടുങ്ങുന്നു. അതുപോലെ അത് കുടിക്കുന്നത് കൊണ്ട് മനുഷ്യർക്കും ജന്തുജാലങ്ങൾക്കുമൊക്കെ അസുഖം വരുന്നു. ഇനി നോയ്സ് പൊല്യൂഷൻ മറ്റു പൊല്യൂഷൻ ഒരു ഭാഗമാണ്. അതായത് സിറ്റിയുടെ ഒരു പ്രധാന പ്രോബ്ലമാണത്. അതായത് നോയ്സ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആംപ്ലിഫൈഡ് ലൗഡ് സ്പീക്കറിലൂടെയുള്ള ഇങ്ങനെ ഒച്ച വെച്ച് കാര്യങ്ങൾ അനൗൺസ് ചെയ്തു പോവുക. പൊളിറ്റിക്കൽ ക്യാമ്പയിൻസ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ വെഹിക്കിൾ ഹോൺസ്, അതായത് ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ ട്രാഫിക്, കൺസ്ട്രക്ഷൻ വർക്ക്സ്, അതിങ്ങനെ ഡ്രില്ല് ചെയ്യുക, അതിങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ശബ്ദം, ഇതൊക്കെ ശബ്ദ മലിനീകരണത്തിന് ഉദാഹരണമാണ്. ഇനി വാട്ട് ആർ ദ മേജർ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് റിസോഴ്സ് ഡിപ്ലഷൻ? ഡിപ്ലഷൻ എന്ന് പറയുമ്പോൾ വിഭവങ്ങളുടെ അപചയം, തീർത്തുകളയൽ, നമ്മൾ ഉപയോഗിച്ചിട്ട്, അതായത് പെട്രോൾ പോലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ കൂടുതൽ ഉപയോഗിച്ചത് അങ്ങ് തീർത്ത് കളയാം. ദ ഡിപ്ലഷൻ ഓഫ് റിസോഴ്സസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് യൂസിങ് അപ്പ് ഓഫ് നോൺ റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സസ്. ഒരിക്കലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത പ്രകൃതി വിഭവങ്ങൾ അത് ഉപയോഗിച്ച് അങ്ങോട്ട് തീർത്ത് കളയുകയാണ് ചെയ്യുന്നത്. മേജർ എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ആസ് അസോസിയേറ്റഡ് വിത്ത് റിസോഴ്സ് ഡിപ്ലഷൻ ആസ് ഫോളോസ്. ഇനി വാട്ടർ റിസോഴ്സ് തന്നെ, നമുക്കൊരിക്കലും വാട്ടർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഉള്ള ഭൂമിയും ജലസ്രോതസ്സും ഒക്കെ ശുദ്ധമായി വെക്കുക. ദ ഡിക്ലൈൻ ഇൻ ഗ്രൗണ്ട് വാട്ടർ ലെവൽ, അതായത് വെള്ളം കിണറുകളിൽ ഇല്ലാതിരിക്കുക. അത് ഇന്ന് ഇന്ത്യയിലെ വളരെയധികം ഹരിയാന, പഞ്ചാബ്, UP എന്നീ പ്രദേശങ്ങളിൽ വളരെയധികം ജലക്ഷാമം ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. വിത്ത് ഗ്രോയിങ് ഡിമാൻഡ് ഓഫ് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രീസ് ആൻഡ് അർബൻ സെക്ടേഴ്സ്,
The water shortage is one of the major problem faced by the വേൾഡ് ടുഡേ. അപ്പോൾ നമുക്കറിയാം കൃഷിക്ക് വേണം, ഇൻഡസ്ട്രിക്ക് വേണം, അർബൻ കോംപ്ലക്സ്, അതായത് നമ്മുടെ ഫ്ലാറ്റുകളിലൊക്കെ ഒരുപാട് വെള്ളം വേണം. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് വെള്ളം ഇങ്ങനെ ബോർവെല്ല് വെച്ച് വലിച്ചെടുക്കുന്നത് കൊണ്ട് നമ്മുടെ മണ്ണിൽ വെള്ളമില്ലാതെയായി മാറുന്നു. നമുക്ക് കിണറുകളും ജലാശയങ്ങളും വറ്റിപ്പോകുന്നു. ഇപ്പോൾ ജലക്ഷാമം വളരെ ഭീകരമായ ഒരു പ്രശ്നമാണ്. അതുപോലെ ഫെർട്ടൈൽ സോയിൽ ഓഫ് ലാൻഡ് ഓൾസോ ഗെറ്റ് ഡിസ്ട്രോയിഡ്. ഇന്ന് ഫലഭൂയിഷ്ഠമായ മണ്ണ്, അവിടെയാണ് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നത്. അവിടെ മണ്ണൊലിപ്പ് വരുന്നു, വാട്ടർ ലോഗിങ്, വെള്ളം കെട്ടിക്കിടന്ന് അവിടെ മോശമായി പോകുന്നു. അതുപോലെ ഉപ്പ് കയറുന്നു, സാലിനൈസേഷൻ ആൻഡ് ആക്ടിവിറ്റീസ് ലൈക്ക് പ്രൊഡക്ഷൻ ഓഫ് ബ്രിക്സ്, ഇഷ്ടിക നിർമ്മാണം, ഇതൊക്കെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുത്തുന്നു. ഇനി ഡിപ്ലേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, നമ്മുടെ ജീവജാലങ്ങളെ നശിപ്പിക്കുന്നു. ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, പുൽമേടുകൾ, വെറ്റ്ലാൻഡ്, ഇതൊക്കെ നമ്മൾ നശിപ്പിക്കുന്നത് കൊണ്ട് അവിടെ പാരിസ്ഥിതിക പ്രശ്നമാണ് ഉള്ളത്. മെനി സ്പീഷീസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ, പല സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും ഇന്ന് വംശനാശം നേരിടുകയാണ്. ഹാവ് ബീൻ എൻഡേഞ്ചേർഡ് ബൈ ദ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ഇതൊക്കെയാണ്. ദിസ് ഇൻക്ലൂഡ്സ് ദ ടൈഗർ പോപ്പുലേഷൻ വിച്ച് ഈസ് നൗ ത്രെറ്റൻഡ് ബൈ ഡിക്ലൈനിങ് നമ്പേഴ്സ്. ഇപ്പോൾ കടുവകളുടെ എണ്ണം അതിൽ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഗ്ലോബൽ വാർമിംഗ് എന്നാൽ എന്താ? ആഗോളതാപനം എന്ന് പറയുമ്പോൾ ഇത് എൻവയോൺമെൻ്റൽ പ്രോബ്ലമാണ്. അത് കൂടുതലും നമ്മളുടെ മാലിന്യമായ ഗ്യാസുകളുടെ മീഥേൻ പോലുള്ള, കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഗ്യാസുകൾ കൂടുതൽ അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുന്നതുകൊണ്ടാണ്. വാഹനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജിയിൽ മീഥേൻ പുറത്തേക്ക് വിടുന്നത് നമ്മുടെ AC പോലുള്ള, ഫ്രിഡ്ജ് പോലുള്ള പല ടെക്നോളജിക്കൽ ഉപകരണങ്ങളാണ്. There are multiple risks and consequences faced by society due to global warming. ആഗോളതാപനം എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടുകയും അതുപോലെ പോളാർ ഐസ് ഫീൽഡ് അവിടെയൊക്കെ അതൊക്കെ ഉരുകി നമ്മുടെ സീ ലെവൽ, കടലിലെ ജലനിരപ്പ് ഉയരുകയും ഒരുപാട് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലടിയിൽ പോകാനും സാധ്യതയുണ്ട്. ആഗോളതാപനം അതാണ്. ഇനി ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് വരുമ്പോൾ, ഇങ്ങനെ ആഗോള താപനം വരുമ്പോൾ ഇക്കോളജിക്കൽ ബാലൻസ് പോകും. അത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും, കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാക്കും. അതുപോലെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിൻ്റെ അടിയിലായി പോകും. ഇനി ഗ്ലോബൽ വാർമിംഗ് ഈസ് ലൈക്ലി ടു റിസൾട്ട് ഇൻ ഗ്രേറ്റർ ഫ്ലക്ച്വേഷൻ ആൻഡ് അൺസർട്ടനിറ്റി ഇൻ ക്ലൈമറ്റ്സ്. അപ്പോൾ ക്ലൈമറ്റിൻ്റെ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ക്ലൈമറ്റ് അത് പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും, അനിശ്ചിതത്വത്തിന് കാരണമാകും. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. അതായത് ഇന്ന് നമ്മൾ കഴിക്കുന്ന പല വസ്തുക്കളും, പല ഭക്ഷ്യവസ്തുക്കളും ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ളതാണ്. ജനിതക മാറ്റം വരുത്തിയ ജീവിയൊക്കെയാണ് നമ്മളിന്ന് കഴിക്കുന്നത്. അതായത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ജീൻ സ്പ്ലൈസിങ്ങിലൂടെ, അതായത് ജനിതമാറ്റം എന്ന് പറഞ്ഞാൽ ജീൻ വിഘടിപ്പിച്ചുകൊണ്ട്, അതായത് ഒരു ജീവിയിലേക്ക് മറ്റൊരു ജീവിയുടെ ജീൻ വിഘടിപ്പിച്ചു കയറ്റിക്കൊണ്ട് അങ്ങനെയാണ് ഒരു പുതിയ ജീവിയെ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ വരുന്ന ഒരു സങ്കര ഇനങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നത്. പയറുൽപ്പന്നങ്ങൾ, ഫ്രൂട്ട്സ്, ഇപ്പോൾ പേരക്കയൊക്കെ നമുക്കറിയാം വലിയ സൈസിൽ, മുന്തിരിങ്ങയും ഒക്കെ അങ്ങനെയൊക്കെയാണ് നമുക്കിന്ന് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് അതിങ്ങനെ അവരുണ്ടാക്കിയെടുക്കുന്നതാണ്. ജനിതക മാറ്റം, ജനറ്റിക് മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുമ്പോൾ എന്താണ് നമുക്കിനി സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയില്ല. ഒരുപാട് അപകട സാധ്യതകളും പരിണത ഫലങ്ങളും ഒക്കെ അതിനൊക്കെ ഉണ്ടാകാം. അത് ഇതുവരെയും തെളിയിച്ചിട്ടില്ല. ഹ്യൂമൻ കമ്മ്യൂണിറ്റി നോസ് വെരി ലിറ്റിൽ അബൌട്ട് ദ ലോങ് ടേം ഇഫക്റ്റ് ഓഫ് ജനറ്റിക് മോഡിഫിക്കേഷൻ. ഇതിങ്ങനെ ചെയ്തതുകൊണ്ട് നല്ല വിളവ് ലഭിക്കുന്ന ചെടികളുണ്ടാകും. അതുപോലെ ഒരു ചെറിയ ചെടിയിൽ തന്നെ 3 വർഷം കൂടുമ്പോൾ കായ്ഫലം ഉണ്ടാകും. ഇതൊക്കെ നമുക്കറിയാം. അതുപോലെ ഒരു ചില ഇനം വിത്തുകൾ അതൊരുപാട് പ്രൊഡക്റ്റ് ഉൽപ്പാദനം കൂട്ടുന്ന വിളകളായിരിക്കാം. ഇതൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയില്ല ഈ ടെക്നിക്കിലൂടെ. അത് എങ്കിലും പരമ്പരാഗത കൃഷിയിൽ നിന്ന് ഈ കൃഷി, അതായത് നമുക്കറിയാം ഗ്രീൻ റവല്യൂഷൻ കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള സങ്കര ഇനം ഹൈബ്രിഡ് വെറൈറ്റി സീഡ്സ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്.
അപ്പോൾ ഇതൊക്കെയാണ് കാർഷിക കമ്പനികൾ ചെയ്യുന്നത്. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃഷിക്കാരെ അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വിത്തുകളൊക്കെ ഉപയോഗിപ്പിക്കുന്നു, ഫെർട്ടിലൈസേഴ്സ് കീടനാശിനികൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതൊക്കെ മനുഷ്യർക്ക് എത്ര വരെ ആപത്താണെന്ന് നമുക്കിനിയും കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അതോടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ചാപ്റ്ററുമായി ഉടനെ എത്താം. താങ്ക് യു.